ഒരു സിനിമ ചെയ്യുന്നു, അതിൻ്റെ തിരക്കഥയെല്ലാം റെഡിയാവുന്നു, തിയേറ്ററിലെത്തിക്കുന്നു. എത്രമാത്രം ബുദ്ധിമുട്ടാണല്ലോ, എത്രമാത്രം എളുപ്പമാണ് പ്രേക്ഷകരെ ഇപ്പോൾ കൺവിൻസ് ചെയ്യാൻ? പ്രേക്ഷകരെ കൺവിൻസ് ചെയ്യാൻ നമ്മൾ അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് അവർക്ക് വേണ്ടി തല പുകച്ചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ബേസിക്കലി നമ്മളായിട്ട് നിൽക്കുവാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഒരു സംവിധായകനാണ്, നമ്മൾ എഴുത്തുകാരനാണ്, നമ്മൾ അവരെ കൺവിൻസ് ചെയ്യിക്കണം എന്നാലോചിച്ചിരുന്ന് എഴുതുമ്പോഴാണ് പ്രശ്നം. നമ്മൾ അവരും വ്യത്യസ്തമാണ്. നമ്മൾ അവിടുന്ന് മാറിയിട്ട് നമ്മൾ സംവിധാനം പണി ഏറ്റെടുത്ത് നമ്മൾ അവരെ ഇഷ്ടപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴാണ് പ്രശ്നം. പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് നിൽക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത്ര പാടൊന്നുമില്ല കൺവിൻസിങ് എന്നുള്ള പരിപാടി. കാരണം ഒരു സീൻ നമുക്ക് ആദ്യം ഇഷ്ടമാണെന്ന് നോക്കാം. നമ്മൾ ബേസിക്കലി എനിക്ക് അതാണ് വേണ്ടത്. ഞാനിപ്പോൾ എന്നാണ് മറ്റു സിനിമയിൽ വന്നത് അന്ന് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ സിനിമയ്ക്ക് മുമ്പ് എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ ജീവിക്കാനാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് പ്രേക്ഷകൻ ഞാൻ രണ്ടല്ല, ഞാൻ തന്നെയാണ് പ്രേക്ഷകൻ. അപ്പോൾ ഞാൻ തന്നെയാണ് മെയിൻ പ്രേക്ഷകൻ. പൊതുവെ താങ്കൾ ഭയങ്കര അഹങ്കാരിയാണെന്നാണ് കേട്ടിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിലായാലും ശരി, മറ്റുള്ളവരുടെ കാര്യം പറയാനും ശരി, ഭയങ്കര അഹങ്കാരിയാണെന്ന് കേട്ടിട്ടുള്ളത്. ആ ഒരു ഇമേജ് അതൊരു സംവിധായകന് ഗുണം ചെയ്യും, അല്ലെങ്കിൽ അതൊരു വ്യക്തിക്ക് അഹങ്കാരി എന്നുള്ള ഇമേജ് ആർക്കും ഗുണം ചെയ്യില്ല, സംവിധാനം മാത്രമല്ല. ഞാൻ അഹങ്കാരി എന്ന് ഞാൻ ശരിക്കും അഹങ്കാരി തന്നെയാണ്. പക്ഷേ എൻ്റെ അഹങ്കാരം എന്നുള്ളത് എൻ്റെ കൈമുതലായിട്ടുള്ള ഒരു സാധനങ്ങളാണ്. എൻ്റെ കൂട്ടുകാർ, എൻ്റെ വീട്ടുകാർ, എൻ്റെ ബന്ധുക്കൾ, ഇവരൊക്കെ എൻ്റെ കൂടെ ഉള്ളതാണ് എൻ്റെ അഹങ്കാരം. അല്ലാതെ എൻ്റെ കഴിവ് എന്നുള്ള അഹങ്കാരമല്ല ഞാൻ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ വേറെ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പക്കയാണ്. എന്നെക്കുറിച്ച് ഒരു മോശമായ രീതിയിൽ ആരും പറയാൻ ഒരു സാധ്യതയില്ല. ഞാൻ ഒരു വൃത്തിയായിട്ട് പണിക്ക് ഞാൻ പോകാറില്ല. അതുകൊണ്ട് എന്നെക്കുറിച്ച് ആരും ഒന്നും ഒരു മോശം പറയാൻ പോകില്ല. ഞാൻ ആപ്പാട് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ആൾക്കാരെ കുറിച്ച് അവൻ ഭയങ്കര അഹങ്കാരം, അത്രയല്ലേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല. എനിക്ക് എൻ്റെ സിനിമ നല്ലതാണെങ്കിൽ ഓടും. അതിപ്പോൾ ഞാൻ ഭയങ്കര അഹങ്കാരി ആയതുകൊണ്ട് ഞാൻ ഒരു പാവമാണെന്ന് ഇരിക്കുക. ഞാൻ ഒന്നും പറയാറില്ല, ഫേസ്ബുക്കിലും മിണ്ടാതിരിക്കുന്നു. എല്ലാ ദിവസം രാവിലെ ഉണ്ട് ഗോഡ് ബ്ലെസ് യു, ഗുഡ് ആഫ്റ്റർനൂൺ, സുഖമായിരിക്കണം എന്ന് വെച്ച് ഞാനൊരു മോശം സിനിമ എടുത്തു വെച്ചു. അപ്പൊ എല്ലാ പ്രേക്ഷകരും അവൻ പാവം കേട്ടോ, അവന്റെ സിനിമ നമുക്ക് പോയി കാണാം, അങ്ങനെ അനുഭവിക്കാണൂല. ഞാൻ അഹങ്കാരി ആയതുകൊണ്ട് അവന്റെ സിനിമ കാണരുത് എന്ന് വിചാരിച്ച് 1-2 ദിവസം അവർ ഇരിക്കും, വീട്ടിലിരിക്കും. സിനിമ കൊള്ളാമെന്ന് കേട്ട് കഴിഞ്ഞാൽ അവർ എന്നാ പോയി കണ്ടേക്കാം, പോവാനെങ്കിലും അവർ വരും. ചൊല്ലി മണ്ണിൽ മഴത്തുള്ളി മെല്ലെ ചൊല്ലി തേനൂറുമാവാക്കു നിൻ കാതിലായി ചൊല്ലാം. അപ്പോൾ സിനിമ ഒരുപാട് കാണുന്ന ഒരു വ്യക്തിയല്ലേ? അല്ലേ? ഒട്ടും കാണൂലേ? രഞ്ജിപ്പണിക്കറെ ഞാൻ ഓം ശാന്തി ഓശാനെ കണ്ടത്. അതല്ലാതെ രഞ്ജിപ്പണിക്കർ റൈറ്റർ ആണെന്നോ അല്ലെങ്കിൽ രഞ്ജിപ്പണിക്കർ വലിയ സ്ക്രിപ്റ്റ് റൈറ്റർ ആണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഭാഗ്യലക്ഷ്മി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണം. എന്നോട് ഭാഗ്യലക്ഷ്മി ചോദിച്ചു, രഞ്ജിപ്പണിക്കർ അറിയില്ലേ? ഞാൻ ഓം ശാന്തി ഓശാനിൽ അഭിനയിച്ച ആള്, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. ഞാൻ ഓം ശാന്തി അത്ര അറിയാവുള്ളൂ. ഞാൻ രഞ്ജി വന്നിരുന്നപ്പം ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ സാറേ എനിക്ക് ഭാര്യാപണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് ഇതിനെ കുറിച്ചൊന്നും വലിയ വിവരമില്ല. അത് തട്ടി പോയി. ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹസ്ബൻഡിന് വലിയൊരു ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്തിട്ടുണ്ട്. ഈ പല സ്ഥലങ്ങളിലും പോകുമ്പം നമ്മുടെ നാട്ടിലൊരു സോഷ്യൽ എൻവയൺമെൻ്റ് ആണോ നല്ലതെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പുറത്താണോ? ഇല്ല, എനിക്ക് പുറത്തായിരുന്നു വളരെ ഇതായിരുന്നു. അത് നമ്മളെപ്പോഴും പറയും നമ്മുടെ മൂല്യങ്ങൾ ഭയങ്കര വിലയാണ്, ഇതാണെന്ന്. പക്ഷെ നമുക്കൊരു മനുഷ്യനെ നോക്കി ഒന്ന് ചിരിക്കാൻ പോലുമുള്ള മനസ്ഥിതി വളരെ കുറവാണ്. നമ്മളൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ, നടക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ. അപ്പം ഞങ്ങളുടെ പള്ളിയിൽ തന്നെ ഞാൻ പറയും, പള്ളിയിൽ ഞങ്ങൾക്കൊരു ഇതുണ്ട്, ഈ പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ. ഞാൻ എപ്പോഴും എൻ്റെ അടുത്തിരിക്കണോ, എൻ്റെ പൊന്നുമുള്ള അടുത്ത തവണയെങ്കിലും ഒന്ന് നോക്കി ചിരിക്കണം കേട്ടോ എന്ന്. അതായത് ഇങ്ങനെ ഒരു ജോലി തീർക്കുന്നതല്ലാതെ മുഖത്തേക്കൊന്ന് നോക്കൂ, അതല്ലെങ്കിൽ ഒരു പീസ് പറയുകയോ ചെയ്യാറില്ല. അവിടെയൊക്കെ എങ്ങനെ നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് ചെയ്തു അല്ലെങ്കിൽ ഹഗ് ചെയ്തു, ഭയങ്കര ഒരു ഇതാണ്. നമ്മൾ പറയുന്ന നമ്മളുടെ ഇതെല്ലാം പിന്നെ ഓൾഡ് ഇതെല്ലാം ഭയങ്കര ഇതാണെന്നാണ്. പക്ഷേ എനിക്ക് പിന്നെ നമ്മളുടെ ഈ വേസ്റ്റ് ഇടുന്നത്, നമ്മൾ തുപ്പുന്നത്. അപ്പം ഞാൻ എൻ്റെ മോനെ തുപ്പല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അവനോട് തുപ്പല്ലേ എന്ന് പറഞ്ഞതാണ് തെറ്റ്. അവൻ്റെ ഹോൾ സിഗോയെ ഞാൻ ഹർട്ട് ചെയ്തെന്നേ അവന് തോന്നുള്ളൂ, അല്ലാതെ അവൻ ചെയ്തത് തെറ്റെന്ന് അവൻ ഒരിക്കലും സമ്മതിക്കില്ല. അതായത് എനിക്ക് എൻ്റെ രാജ്യത്തോടോ അല്ലെങ്കിൽ എൻ്റെ നെയ്ബറിനോടോ സ്നേഹം ഉണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ എൻ്റെ വീട്ടിലുള്ള വേസ്റ്റ് കൊണ്ടുപോയി വേറെ തന്നെ വീട്ടിന് മുമ്പിൽ കൊണ്ടുപോയിട്ടില്ല. രണ്ടാമതൊരു സിനിമ റിലീസായി ഏകദേശം തിയേറ്ററിലൊക്കെ ഓടി തുടങ്ങി, ആൾക്കാർ നല്ല പ്രതികരണം പറഞ്ഞു തുടങ്ങി. ഇതിൽ നിന്നും കൂടുതൽ എന്തെങ്കിലും സിനിമയിൽ പ്രതീക്ഷിച്ചിരുന്നോ? അതായത് ഞാൻ ആദ്യം ഈ സിനിമയിൽ യാതൊരു പ്രതീക്ഷയില്ലാത്തൊരു സിനിമയായിരുന്നു. ഇത് ഫാമിലി മാത്രം ഇഷ്ടപ്പെട്ടു, ഫാമിലി മാത്രം വരുള്ളൂ. പിന്നെ എൻ്റെ സിനിമ ഇറങ്ങുമ്പോൾ ഒത്തിരി ആൾക്കാർ കീറി ഒട്ടിക്കും. മറ്റേ ഞാൻ സത്യം പറഞ്ഞ ഈ പടത്തിൻ്റെ എഴുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ, ഞാൻ എഴുത്ത് കഴിഞ്ഞ് ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ ഈ പടം
ഫസ്റ്റ് ഡേ ഉണ്ടാകുമ്പോൾ പരിപാടി എന്ന് പറഞ്ഞാൽ ഇൻ്റർവെല്ലിന് എല്ലാവരും പുറത്തിറങ്ങിയിട്ട് FB ഇടും. അവൻ 2 മുത്തശ്ശിമാരെ വെച്ച് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചപ്പളപ്പടം എന്ന് പറഞ്ഞിടും. പക്ഷേ ഇവൻ തന്നെ പടം മൊത്തം കഴിഞ്ഞിട്ട് അവൻ തന്നെ മാറ്റിയിടും റിവ്യൂ. നോക്കിക്കോന്ന് പറയാൻ എനിക്ക് ഉറപ്പായിരുന്നത് അതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട്. ഒത്തിരി പേര് റിവ്യൂസിൽ FB റിവ്യൂ വരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇന്നലെ തന്നെ ഒരുത്തന്നെ ഇട്ടുണ്ടായിരുന്നു, ഞാൻ അവന് കീ റൊട്ടിക്കാൻ വേണ്ടി പോയതാണ് പക്ഷേ ഇഷ്ടപ്പെട്ടു എന്നാണ്. അപ്പം ഞാൻ ഇതിൽ കൂടുതൽ മറ്റേ പ്രതീക്ഷിക്കാൻ നിന്നാൽ ഞാൻ ഭയങ്കര അത്യാഗ്രഹിയായി പോകും. എനിക്കറിയാം ഈ സിനിമ എത്രമാത്രം എവിടെയൊക്കെ എത്തുന്നു എനിക്കറിയാം. പക്ഷേ ഈ പടത്തിന് ഞാൻ ഇപ്പോഴും പറഞ്ഞു, അന്നും പറയായിരുന്നു ഞാൻ പടത്തിന് സ്റ്റോറി ആൻറ്റിക്ക് ഒരു സ്റ്റേറ്റോ അല്ലെങ്കിൽ നാഷണലോ ഉറപ്പാണെന്ന് പറയും ഈ പടത്തിന്. അത് കഴിഞ്ഞ പടത്തിൻ്റെ സ്റ്റോറി പറയാൻ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു അവളോട്, ഞാൻ പറഞ്ഞു എനിക്കൊരു സ്റ്റേറ്റ് അവാർഡ് ഉറപ്പാന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ചിരിച്ചു, നസ്രിയ ഭയങ്കര പൊട്ടിച്ചിരിച്ചു. പിന്നെ ചേട്ടൻ നേരെ പണി ഞാൻ പറഞ്ഞു അവിടെ കിട്ടിയിട്ട് ഇത് തന്നെ പറയണമെന്ന് പറഞ്ഞു. സ്റ്റേറ്റ് അവാർഡ് കിട്ടി ഞാൻ ചോദിച്ചപ്പോൾ എന്താ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ തമാശ പറഞ്ഞാന്ന് വിചാരിച്ചു. അതുപോലെ ആൻറ്റി അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് ആൻറ്റിക്ക് എന്തായാലും ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടും, സ്റ്റേറ്റോ നാഷണലോ ഉറപ്പാണ്. അത് ഇപ്പോഴും ഞാൻ പറയണത് എന്തായാലും കിട്ടും. പറഞ്ഞ ജൂറി കണ്ടിട്ട് ഇത് കൊടുക്കാതിരുന്നാലും കിട്ടില്ല എനിക്കറിയാം. അല്ലല്ല ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഒരാളുടെ കഴിവാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എഴുതിയത് കൊണ്ട് കിട്ടിയെന്നല്ല ഉദ്ദേശിച്ചത്. ആൻറ്റി ഈ ഏജിൽ വന്നിട്ട് മെയിൻ ക്യാരക്ടർ ഭംഗിയായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് സ്റ്റേറ്റ് അല്ലെങ്കിൽ ആരെങ്കിലും ഭയങ്കരമായിട്ട് ഒരു അംഗീകാരമാണ്. കാരണം ഇത്രയും വയസ്സിൽ ഒന്നും അറിയാത്തൊരു മേഖലയിൽ എത്തിപ്പെട്ട് അവിടുത്തെ രാജാവാകുക എന്ന് പറഞ്ഞാൽ അത് ഒറ്റപ്പടം കൊണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്.